ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, RRB ടെക്നീഷ്യൻ 2024 നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്ന വേക്കൻസി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. അതിൽ വേക്കൻസികളുടെ എണ്ണം കൂടുകയുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഏതാണ്ട് നല്ലൊരു ശതമാനം മാറ്റവും വന്നു. സോണുകളിലൊക്കെ അതിനൊരു വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ITA മാത്രം യോഗ്യതയുള്ള ഈ തസ്തികയിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ കൂടിയുള്ള ഒരു അവസരം ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമായിട്ടും മിനിസ്ട്രി ഓഫ് റെയിൽവേ ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ മാറ്റി വന്നിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അവർ ഓൾറെഡി അപ്ലൈ ചെയ്തായിരുന്നു. ഓൾറെഡി നമ്മൾ അതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ മാസം ഈ വർഷം ഏപ്രിൽ അതിന്റെ ടൈം കഴിയുകയും ചെയ്തു. അതിനുശേഷം വേക്കൻസി റിവൈവൽ ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന്റെ കണ്ടന്റുകൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രധാനമായിട്ടും റിക്രൂട്ട്മെന്റ് RRBയിലാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 02/2024 എന്ന രീതിയിലാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ 9144 നമ്പേഴ്സ് ആയിരുന്നു. 9144 നമ്പേഴ്സ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ നമ്പേഴ്സ് ഏതാണ്ട് അന്നുണ്ടായിരുന്ന 22 കാറ്റഗറീസ് ആയിരുന്നു. ആ 22 കാറ്റഗറീസിനെ റിവൈസ് ചെയ്ത് നിലവിലത് 60 കാറ്റഗറീസ് ആയിട്ട് മാറി. അങ്ങനെ 14,298 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ഇത് മാറി എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടല്ലോ, ഇവിടെ 14,298 എന്ന് പറയുന്നൊരു നമ്പറിലേക്ക് മാറിയത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് വലിയൊരു മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക്ഷോപ്പ് ആൻഡ് പാസ് എന്ന് പറയുന്ന ഒരു വിങ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടു. അത് സെപ്പറേറ്റ് ആയിട്ട് പലപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിന്റെ കൂട്ടത്തിൽ കൂടി ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യണം. അതായത് ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന്, അതായത് ഫ്രഷ് ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഓൺലൈനായിട്ട് അവർക്ക് വേണ്ടി ഒരു 15 ദിവസം, അതായത് ജസ്റ്റ് 15 ഡേയ്സ് മാത്രം ഇതിനു വേണ്ടി എന്തുണ്ടാവും, ഒരു അവസരം ഉണ്ടായിരിക്കും. സാധാരണ രീതിയിൽ 30 ദിവസമൊക്കെയാണ്. ഇതിൽ ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന്, അതായത് ഫ്രഷ് ആയിട്ട് പാസ് ഔട്ട് ആയ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യുവാൻ ഒരു 15 ദിവസത്തെ വിൻഡോ ഓപ്പൺ ആയി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലത് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് സൈറ്റിൽ നോക്കി കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് വൈകുന്നേരത്തോടുകൂടിയോ അല്ലെങ്കിൽ നാളെയൊക്കെ അത് അപ്പിയർ ആകും. അപ്പം അതുകൂടി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, സോണുകളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുമുണ്ട്. അപ്പം മറ്റ് ഡീറ്റെയിൽസ് വേണ്ട, അതായത് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ സോണുകളാണ് നമുക്ക് മാറിയിരിക്കുന്നത്, എത്രത്തോളം മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നൊക്കെ ഉള്ളതിന്റെ ഒരു വിശദമായ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓരോരോ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഏതൊക്കെ സോണുകളിൽ എത്രയൊക്കെ വേക്കൻസികൾ മാറിയിട്ടുണ്ട്, ഇനി സോണ് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സോണ് മാറ്റാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. അതായത് ഈ മാറ്റത്തിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്കാണെങ്കിൽ നിങ്ങളുടെ സോണ് മാറ്റാനുള്ള അവസരം നേരത്തെ ALPയിൽ കിട്ടിയതുപോലെ തന്നെ ഇവിടെയും കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് സോണാണോ, നിങ്ങൾ ഏത് RRB ആണോ സെലക്ട് ചെയ്തത്, ആ RRB മാറ്റി കൂടുതൽ വേക്കൻസി ഉള്ള RRBയിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ വിൻഡോയിൽ ഓപ്പൺ ആവുന്നുണ്ട്. ഈ ഫ്രഷ് ആപ്ലിക്കൻസിന് അപ്ലൈ ചെയ്യാനുള്ള അവസരവും കിട്ടുന്നുണ്ട്. ഫ്രഷ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രഷ് പാസ് ഔട്ട് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അപ്പോൾ എങ്കിലും നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, ഫ്രഷ് ആപ്ലിക്കേഷൻ എന്ന് നോട്ടിഫിക്കേഷൻ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്. അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരവും റെയിൽവേ 15 ദിവസം RRBകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. മാറ്റം വന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രിഫറൻസ് ഏത് RRB വേണമെന്നുള്ള പ്രിഫറൻസിനുള്ള അവസരവും വരുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് എങ്ങനെ, എവിടെ, ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളതിന്, അതായത് ആർക്ക് പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് പാസ് ഔട്ട് ആയവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരവും ഇവിടെ വരുന്നു എന്ന് നമുക്കതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയും മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ കോഴ്സ് നമ്മൾ RRBയുമായിട്ട് ബന്ധപ്പെട്ട് RRB ടെക്നീഷ്യന്റെ കോഴ്സ് വളരെ വ്യക്തമായിട്ട് തന്നെ കൃത്യതയോടുകൂടി തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ എക്സാം എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോരോ നോട്ടിഫിക്കേഷനുകളിൽ ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻ വരികയും കൂടുതൽ വേക്കൻസികൾ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും ഇതിന്റെ യോഗ്യത അറിയാമല്ലോ, ITA ആണ്. ITA യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല കരിയർ ഗ്രാഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കരിയർ കൂടിയാണിത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്കും, ഏത് രീതിയിൽ നിൽക്കുന്ന ഒരാൾക്കും പഠിക്കത്തക്ക രീതിയിലാണ് നമ്മളിതിന്റെ
സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. 24/7 പ്രവർത്തിക്കുന്ന നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുവഴി നിങ്ങളുടെ ഏതൊരു നിങ്ങളുടെ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ലൈവായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷനുകളും ഉണ്ട്. ഇനിയും നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനായിട്ട് റാങ്ക് ജേതാക്കൾ തന്നെ, അതായത് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ തന്നെ നിങ്ങളെ മെന്റർഷിപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് നമ്മുടെ ഈ കോഴ്സിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ ഏത് ലെവലിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും നിങ്ങൾക്ക് മുന്നോട്ട് വരുവാനും ഈ ഒരു ജോലി കരസ്ഥമാക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇന്റൻസീവ് കോച്ചിങ് പോകുന്നത്. RRB ആണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, എക്സാം എത്താം. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.